നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിങ്കളാഴ്ച രാത്രി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ 6.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായിരുന്നു. ഇത് വലിയ സുനാമി ഉണ്ടാകുമെന്ന ആശങ്കയായിരുന്നു ഉയർത്തിയത്. എന്നിരുന്നാലും അത്തരമൊരു മുന്നറിയിപ്പ് ഇതുവരെ നൽകിയിട്ടില്ല. കടലിനടിയിലെ സങ്കീർണവും ശക്തവുമായ ഭൂമിശാസ്ത്ര പ്രക്രിയകളാണ് ഇതിന് കാരണമായത്. ഇന്ത്യൻ പ്ലേറ്റ് ക്രമേണ വടക്ക് കിഴക്കായി നീങ്ങുകയും ബർമ മൈക്രോ പ്ലേറ്റിന് കീഴിൽ കീഴടങ്ങുകയും ചെയ്യുന്ന ഒരു പ്രധാന ടെക്ടോണിക് അതിർത്തിയുടെ മുകളിലായി സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ പ്രദേശം ആഗോളതലത്തിൽ ഭൂകമ്പ പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ടതാണ്. ഈ സംയോജനം ലളിതമോ നേരിട്ടുള്ളതോ അല്ല. ഇന്ത്യൻ ഫലകത്തിന്റെ ചലനം ഒരു കോണിൽ സംഭവിക്കുന്നു. ഇത് സബ്ഡക്ഷൻ സോണിൽ കംപ്രസീവ് ഷിയറിംഗ് ബലങ്ങൾ അവതരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഭൂകമ്പം കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി റിപ്പോർട്ട് ചെയ്തത്. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം താരതമ്യേന ആഴം കുറഞ്ഞതായിരുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ താഴെ, പ്രത്യേകിച്ച് ഇതുപോലുള്ള സബ്ഡക്ഷൻ സോണുകളിൽ ഉണ്ടാകുന്ന ഇത്തരം ആഴം കുറഞ്ഞ ഭൂകമ്പങ്ങൾ പലപ്പോഴും ഉപരിതലത്തിൽ ശക്തമായ കുലുക്കത്തിന് കാരണമാകുന്നു. ഇവിടുത്തെ ടെക്ടോണിക് ഭൂപ്രകൃതി വളരെ ലളിതമാണ്. ഒരു പ്ലേറ്റ് മറ്റൊന്നിനടിയിലേക്ക് തള്ളുന്ന ത്രസ്റ്റ് ഫോൾട്ടുകളും പ്ലേറ്റുകൾ പരസ്പരം തിരശ്ചീനമായി തെന്നിമാറുന്ന പ്രധാന സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ടുകളും ഉൾപ്പെടെ നിരവധി തരം ഫോൾട്ടുകൾ അടയാളപ്പെടുത്തിയ വിശാലമായ ഒരു മേഖലയാണിത്. ബർമ പ്ലേറ്റിനടിയിലൂടെയും അപ്പുറത്തേക്കുമായി ഇന്ത്യൻ പ്ലേറ്റ് തെന്നിമാറുമ്പോൾ ഞെരുക്കപ്പെടുകയും മുറിക്കപ്പെടുകയും ചെയ്യുന്നതിനാൽ ചെരിഞ്ഞ സബ്ഡക്ഷൻ പ്രദേശത്ത് ആധിപത്യം സ്ഥാപിക്കുന്നു. ഇത് പ്രാഥമിക സബ്ഡക്ഷൻ ഇന്റർഫേസിൽ മാത്രമല്ല, പ്ലേറ്റ് അതിർത്തിക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന വലിയ സ്ട്രൈക്ക് സ്ലിപ്പ് സിസ്റ്റങ്ങളായ സ്ലിവർ ഫോൾട്ടുകളിലും വലിയ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. ആൻഡമാൻ നിക്കോബാർ മേഖലയിൽ പല വലിയ ഭൂകമ്പങ്ങളും ഇടതുവശത്തെ ലാറ്ററൽ സ്ട്രൈക്ക് സ്ലിപ്പ് ചലനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ വിള്ളലുകളിലൂടെയുള്ള ഘർഷണത്തെ മറികടക്കാൻ ആവശ്യമായ ടെക്ടോണിക് സമ്മർദ്ദം വർദ്ധിക്കുമ്പോൾ പാറ പെട്ടെന്ന് മാറുകയും ഭൂകമ്പത്തിന് കാരണമാവുകയും ചെയ്തു. മാത്രമല്ല, തെറ്റായ നെറ്റ്വർക്കുകളും റാപ്ചർ ഡൈനാമിക്സും ഉൾപ്പെടുന്നുണ്ട്. ആൻഡമാൻ നിക്കോബാർ ഫോൾട്ട് പോലുള്ള വലിയ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള സങ്കീർണമായൊരു വിള്ളൽ ശൃംഖലയാൽ ആൻഡമാൻ നിക്കോബാർ മേഖല ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ ബർമീസ് പ്ലേറ്റുകൾ തമ്മിലുള്ള ഇടപെടൽ മൂലമുണ്ടാകുന്ന ലാറ്ററൽ ലംബമായ ക്രസ്റ്റൽ ചലനങ്ങളെ ഇവ ഉൾക്കൊള്ളുന്നു. ചിലപ്പോൾ ഇത് ഒറ്റ ഭൂകമ്പങ്ങൾക്ക് മാത്രമല്ല, ഒന്നിലധികം ഭാഗങ്ങൾ വേഗത്തിൽ വിണ്ടുകീറുകയോ ക്രമീകരിക്കുകയോ ചെയ്യുന്നതിനാൽ ക്ലസ്റ്ററുകളോ കൂട്ടങ്ങളോ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ശക്തി വളരെ കൂടുതലായിരുന്നിട്ടും ഈ ഭൂകമ്പം കാര്യമായ സുനാമിക്ക് കാരണമായില്ല. പ്രധാന ചലനം തിരശ്ചീനമായതിനാലാണിത്. ഇത് ലംബചലനത്തെക്കാൾ കുറച്ച് ജലത്തെ സ്ഥാനഭ്രംശം വരുത്തുന്നു. ഇതിന് വിപരീതമായി 2004 ഇന്ത്യൻ മഹാസമുദ്ര ഭൂകമ്പത്തിൽ മെഗാ ത്രസ്റ്റ് ഫോൾട്ടിലൂടെ വളരെ വലിയ ലംബചലനമുണ്ടായി. ഇത് കടൽ തീരത്തിന്റെ വലിയ സ്ഥാനചലനത്തിനും വിനാശകരമായ സുനാമിക്കും കാരണമായി. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രവും വിദൂരമായിരുന്നു. ജനസംഖ്യ വിരളമായിരുന്നു. പ്രധാനമായും തിരശ്ചീനമായ വിള്ളൽ ചലനം. മുൻകാല ദുരന്തങ്ങൾക്ക് ശേഷമുള്ള വർദ്ധിച്ച പ്രാദേശിക തയ്യാറെടുപ്പും പ്രതിരോധ ശേഷിയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും എന്നിവയാണ് വലിയ നാശനഷ്ടങ്ങളുടെ അഭാവത്തിന് കാരണമായി കണക്കാക്കുന്നത്. ഭൂകമ്പ സാധ്യത കുറയ്ക്കുന്നതിൽ പ്രകൃതി ഘടകങ്ങളുടെയും മനുഷ്യന്റെ പൊരുത്തപ്പെടലിന്റെയും പ്രാധാന്യം ഈ ഫലം എടുത്തു കാണിക്കുന്നു. എന്നാൽ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മാത്രം. ഏതായാലും ഇനിയും ഭൂകമ്പ സാധ്യത ഉണ്ട് എന്നുള്ള മുന്നറിയിപ്പുണ്ട്. പക്ഷേ സുനാമി സാധ്യത നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂകമ്പത്തിൽ നിന്ന് നൽകുന്ന മുന്നറിയിപ്പ്. മാത്രവുമല്ല, ഇതിനു മുൻപ് ജാപ്പനീസ് ബാബ വാങ് എന്നറിയപ്പെടുന്ന റിയോ തസുകിയുടെ പ്രവചനം വലിയ രീതിയിൽ തന്നെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. കഴിഞ്ഞ മാസം ജൂലൈ 5 ദുരന്ത പ്രവചനവുമായി ബന്ധപ്പെടുത്തിയാണ് ആളുകൾ തസുകിയെ കാണുന്നത്. തസുകിയുടെ പുസ്തകമായ ദി ഫ്യൂച്ചർ ഐ സോയിൽ ജൂലൈ 5 പുലർച്ചെ 4:18 വലിയൊരു ദുരന്തമുണ്ടാകുമെന്നാണ് പ്രവചിച്ചിരുന്നത്. അത് ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിൽ കടലിനടിയിൽ വലിയ വിള്ളൽ ഉണ്ടാകുമെന്നും 2011 വലിയ തിരമാലകൾ ഉണ്ടാകുമെന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. പക്ഷേ ആ ഭാഗത്ത് ഭൂകമ്പമൊന്നും അല്ലെങ്കിൽ സുനാമി ഒന്നും തന്നെ ഉണ്ടായില്ലെങ്കിലും പിന്നീട് പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഭൂകമ്പവും സുനാമി മുന്നറിയിപ്പുകളും നൽകിയിരുന്നു. ഏതായാലും ഈ പ്രവചനത്തിൽ പറയുന്ന ദിവസത്തിൽ ഒന്നും തന്നെ സംഭവിക്കുക മാത്രമല്ല, വലിയ രീതിയിൽ ഈ പ്രവചനത്തെ വിമർശനമായിട്ട് ആളുകൾ കാണുകയും ചെയ്തിരുന്നു. പക്ഷെ എന്നിരുന്നാലും ലോകത്തിന്റെ പല കോണുകളിലും ചെറുതും വലുതുമായിട്ടുള്ള ഭൂകമ്പങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ കഴിഞ്ഞ ദിവസം രാത്രി രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു ഭൂകമ്പം.